നമ്മളെ നാട്ടിലൊക്കെ ഈ മദ്രസിൽ നബിദിന പരിപാടി ഉണ്ടാവുമല്ലോ. ആ നബിദിന പരിപാടിക്ക് ഇന്റെ അയലോക്കത്തെ വാപ്പുട്ടിയാക്കാന്റെ പേരക്കുട്ടി കുഞ്ഞുട്ടി ഒരു പാട്ടങ്ങോട്ട് തട്ടിവിട്ട്. എന്റെ അയലോക്കത്തെ വാപ്പുട്ടിയാക്കാന്റെ പേരക്കുട്ടി കുഞ്ഞുട്ടി ഉണ്ടല്ലോ, പാടിയ പാട്ട് മാതിരി ആയി പോയി ഇവന്റെ കളി. അല്ല അതൊന്ന് കേൾക്കാൻ പറ്റുമോ നമുക്ക്? കുഞ്ഞുട്ടി വന്നിക്കണ? ആ കുഞ്ഞുട്ടിന്റെ പാട്ട് വേണമെങ്കിൽ കേൾക്കാനോ? കുഞ്ഞുട്ടിയെ പാട്ടൊന്ന് പാടിക്കൊടുക്ക്. പാടട്ടെ. അസ്സലാമലൈക്കും. ഒട്ടകങ്ങൾ വരി വരി വരിയായി വരി വരി വരിയായി വരി വരി വരിയായി വരി വരിയായി വരി വരി വരിയായി വരി 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 വരിയായി വരി വരിയായി വരി വരി വരിയായി വരി വരി വരിയായി വരി വരി വരിയായി വരി വരി. എന്ത് വരിയാണത്? വരി നിൽക്കൂലേ? അത് ഉസ്താദെ മരുഭൂമിയല്ല, അപ്പൊ ഒട്ടകങ്ങള് കൊറേ വരാണ്ട്. അതാണ് വരി ഇനി വല്ലാതാണ് വരിയാക്കണ്ട, നിർത്തിക്കാൻ. എന്റെ പാട്ട് കഴിഞ്ഞ. അസ്സലാമു അലൈക്കും. ഇങ്ങനെ മദനയുടെ കയ്യിൽ രണ്ടത്താണി, യുടെ കയ്യിൽ ഫസൽ കപൂർ, CPIയുടെ കയ്യിൽ കുഞ്ഞാമോ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കയ്യിൽ സിനിമാ സംവിധായകൻ കമല്. അങ്ങനെ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ അങ്ങനെ നിക്ക. അതെ, എന്റെ പറ്റി ചോദിച്ചേ എന്ത് എന്നോട് സ്ഥാനാർത്ഥിക്കണമെന്ന്. ഇതെന്ത് പറഞ്ഞേ? ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കൂല. കഥയായി. 4ാം ക്ലാസ് വരെ പോയി സ്ഥാനാർത്ഥി നിൽക്കണ്ടി. അത് ശരി. അച്യുതാന്റെ 4ാം ക്ലാസ്സിലല്ലേ പോയിട്ടുള്ളൂ, എന്നിട്ട് ഇവിടെ മുഖ്യമന്ത്രി ആയില്ലേ? നാട്ടുകാർ അനുഭവിക്കുന്നുണ്ടല്ലോ. ഏതായാലും